ഹലോ ഗൈസ്, എല്ലാവർക്കും ലിയാസ് ഗാലറി 2.0യിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരെ മേ എന്നുള്ള പാഠം പഠിക്കാം. അമൃതലാൽ വെങ്കട്ട് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് റെയിൻ ബസേരെ മേ എന്നുള്ളത്. റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്രി യാത്രകളെല്ലാം ചെയ്യുമ്പോൾ രാത്രി തങ്ങുന്നതിനുള്ള ഒരിടമാണ് റെയിൻ ബസേര. അപ്പോൾ റെയിൻ ബസേരെ മേ അവിടുത്തെ വിശേഷങ്ങളാണ്. റെയിൻ ബസേരയിൽ തങ്ങുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ ഒരു യാത്രാ വിവരണത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. തീരെ തീരെ നർമ്മദ അമൃതലാൽ വെങ്കട്ട് की നർമ്മദ പദയാത്രओं का വൃത്താന്ത് ഹേ. തീരെ തീരെ നർമ്മദ എന്നുള്ളത് അമൃതലാൽ വെങ്കടിൻ്റെ നർമ്മദ പദയാത്രകളുടെ ഒരു വൃത്താന്തമാണ്. प्रथम पदयात्रा उन्होंने अपने 50 साल की आयु में 1977 की और अंतिम 2009 में. അപ്പോൾ ആദ്യത്തെ പദയാത്ര പ്രഥം പദയാത്ര അദ്ദേഹം അപ്പനെ 50 സാൽ കി ആയുമേ അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വയസ്സിൽ 1977 തുടങ്ങിയത്. അന്തിം യാത്ര 2009. इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है. इन 33 वर्षों के दौरान ഈ 33 വർഷത്തിൻ്റെ ഇടയിൽ की गई ചെയ്തിട്ടുള്ള കരീബ് ഏകദേശം 400 കിലോമീറ്റർ की 4000 കിലോമീറ്ററിൻ്റെ പദയാത്രാവും കാ വൃത്താന്ത് ഹെ പദയാത്രകളുടെ വൃത്താന്തമാണ് തീരെ തീരെ നർമ്മദ എന്നുള്ളത്. रात को थोड़ी देर के लिए मैं बाहर निकला आया और आकाश तले बैठ गया. रात को थोड़ी देर के लिए രാത്രിയിൽ കുറച്ചു നേരത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ബാഹർ നിക്കല ആയ और आकाश तले बैठ गया. ആകാശം നോക്കി പുറത്തിരിക്കുകയായിരുന്നു നമ്മുടെ കവി. താരെ ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखरे दिए हो. ആകാശം താരെ ऐसे लग रहे थे. താരെ എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം. ऐसे लग रहे थे എങ്ങനെയുണ്ടായിരുന്നു? മാനോ കിസീനെ ആരോ ആകാശമേം സഫേദ് തിൽ ബിക്കരെ ദിയേ ഹോ. ആരോ ആകാശത്തിൽ സഫേദ് തിൽ വെളുത്ത എള്ള്, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്, സഫേദ് വെള്ള, വെളുത്ത എള്ള് ബിക്കരെ ദിയേഹു വലിച്ചെറിഞ്ഞ മാതിരി. ബിക്കരെ ദിയെ പറഞ്ഞാൽ വെളുത്ത കുഞ്ഞു കുഞ്ഞു പൊട്ടുകളായിട്ട് ആകാശം നിറയെ എള്ളിട്ട മാതിരി നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആകാശം നിറയെ എള്ളുകൾ വിതറിയ പോലെയായിരുന്നു സ്പ്രെഡായിട്ട് നക്ഷത്രങ്ങൾ നിന്നിരുന്നത് എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. ചാന്ദ് നെഹീൻത ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. നെഹീൻത പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇസീലിയെ അതുകൊണ്ട് താരെ ഗുൽക്കർ സാമനെയാകെത്തി. ആകാശത്ത് ചന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് താരകളെല്ലാം നേരെ നല്ല രീതിയിൽ കാണാമായിരുന്നു. സൂരജ് ചൽത്താഹെ അകേല. സൂര്യൻ ഒറ്റയ്ക്കാണ് ചലിക്കുന്നത്. സൂര്യനെ നമ്മളെപ്പോഴും ഒറ്റയ്ക്കല്ലേ കാണാറുള്ളത്. താരെ ചൽത്തേഹെ ജമാത്തുമേ. താരയോ നക്ഷത്രങ്ങൾ ചൽത്തേഹെ എങ്ങനെയാണ് പോകുന്നത്? ജമാത്തുമേ. ജമാത്ത് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് ഓരോ നക്ഷത്ര സമൂഹങ്ങളായിട്ടല്ലേ നമ്മൾ അധികവും കാണാറുള്ളത്. അമാവാസിക്ക് രാത്തുക്കോ താരോം കാ ഭണ്ഡാര ബർത്താഹെ. അമാവാസി രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കും. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോഡ്. രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. രാത്രിയിലുള്ള ആകാശത്തിന് ഹൗസ് ഓഫ് കോമൺസ് എന്നും പകലുള്ള ആകാശത്തിന് ഹൗസ് ഓഫ് ലോഡ് എന്നുമാണ് പറയുന്നത്. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോഡ്. പകലുള്ള ആകാശം ഹൗസ് ഓഫ് ലോഡ്. ലോഡ് എന്ന് വെച്ചാൽ ദൈവം, ദൈവത്തിൻ്റെയാണ്. പകലുള്ള ആകാശം ദൈവത്തിനും രാത്രിയിലുള്ള ആകാശം കോമൺസിനും എല്ലാവർക്കും കൂടിയുള്ളതും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പകലത്തെ ആകാശം ദൈവത്തിനും രാത്രിയിലുള്ള ആകാശം എല്ലാവർക്കും കൂടിയുള്ളതും ആണ്
എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.